ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ തന്നെ പിന്നെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കണമെന്നൊരാഗ്രഹം. എന്നും കരുതും കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടിയാൽ അവിടെ ഒരു മൂലയ്ക്ക് അവിടെ പോയിട്ട് ദമ്മടിച്ചിട്ടിരിക്കും. പിന്നെ പാങ്ക് വിളിച്ചിട്ടൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് എണീറ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് വല്ലാത്തൊരാഗ്രഹമായിരുന്നു ഒരു ഇലയുടെ കഴിക്കണമെന്നുള്ളത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് മനസ്സ് കിടന്നിങ്ങനെ കളിക്കായിരുന്നു. പായസം അല്ലെങ്കിൽ ഒരു ഇലയട അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടീനെ വേഗം ഉറക്കിക്കാണ്ട് 2 ഫോണുണ്ട്. അപ്പോൾ ഒരു ഫോണിൽ ഞാൻ കുട്ടിക്ക് പാട്ട് ഇട്ട് കൊടുത്തു, മറ്റേ ഫോണിൽ ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ 3-3:30 ആയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എണീറ്റ് മുഖമൊക്കെ കഴുകി ഒക്കെ ഇരുന്ന സമയം കൊണ്ട് തന്നെ ബാങ്ക് കൊടുത്തു. അപ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ഇറങ്ങിയതേനു കേട്ടോ. ഒക്കെ ഇറങ്ങി വന്ന് ഞാൻ തേങ്ങ പൊട്ടിക്കലും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഉമ്മാക്ക് വലിയ ഡൗട്ട് എന്തോ ഒരു കാര്യമായിട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോക്കിന് പെണ്ണ് നീച്ച് വന്ന് ഓള് നീച്ച് വന്നിട്ട് പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ ഒരു ഇതായപ്പോക്കിന് മോളിയും കൊണ്ട് പുറത്തേക്ക് പോയിട്ടോ. ഞങ്ങളിവിടെ ആപ്പാൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ആപ്പാൻ്റെ വീട്ടിലേക്ക് പോയ സമയത്ത് ഞാൻ വേഗം ഇലയൊക്കെ തൊടിയിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്ന് അത് വാട്ടലും അങ്ങനെ ഞാൻ തകൃതമായിട്ട് ഭയങ്കര ഉണ്ടാക്കുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു എന്നായിരുന്നു എൻ്റെ ചിന്തയിൽ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഇലയട അല്ലെങ്കിൽ ഉണ്ണിയപ്പം, നെയ്യപ്പം, എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അപൂർവമായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ. നമുക്ക് തോന്നുന്ന സമയത്ത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പ്രത്യേക മൂഡ് വരണ്ടേ. ആ മൂഡ് എനിക്ക് എപ്പോഴും വന്നോളണമെന്നില്ല. പിന്നെ കെട്ടിയവനൊക്കെ പെരയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പം ആൾക്ക് ഞാൻ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ആൾക്ക് എൻ്റെ ഉള്ളിവട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾ പനി പിടിച്ച് കിടന്ന സമയത്തൊക്കെ എന്നോട് ഞാൻ പറഞ്ഞിരുന്നു ഉള്ളിവട ഉണ്ടാക്കി തരുമോ എന്നൊക്കെ. അപ്പം പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ എൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ ഇങ്ങനെ ആയിട്ടൊന്നും ഞാൻ ഉണ്ടാക്കുകയൊന്നുമില്ല. പക്ഷേ എനിക്ക് അത്രയും ക്രേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഇലയുടെ കായും ചെയ്തു. ഞാനപ്പോൾ അത് വേഗം ചായ കുടിക്കുന്നതിന് മുന്നേ പെട്ടെന്ന് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് ചായ കുടിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ മോളെടുത്ത് ഞാൻ ചായക്ക് കടി വേണ്ടെന്ന് ചോദിച്ചാൽ ആൾ പറഞ്ഞു ഒക്കെ വേണ്ടല്ലോ. അപ്പോൾ ഓള് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഓൾ ഇങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ഫസ്റ്റ് വലിയ ടേസ്റ്റ് ഒന്നും പറ്റിയില്ല. ഫസ്റ്റത്തെ ബൈറ്റ് തന്നെ ഒരു തുപ്പിക്കളഞ്ഞു കേട്ടോ. പിന്നെ ഇങ്ങനെ കൊടുത്തപ്പോൾ ആൾക്ക് ടേസ്റ്റ് മനസ്സിലാവുകയും ചെയ്തു. ആളത് കഴിക്കുകയും ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുണികളൊക്കെ മടക്കി വെച്ചു. കുറച്ച് തുണികൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഫാനിൻ്റെ കാറ്റുകൊണ്ട് തുണികൾ മടക്കിയൊക്കെ കുറച്ച് സമയം പെട്ടു. കാരണം മടക്കുന്നിടത്തേക്കല്ലല്ലോ വരുന്നത്. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉമ്മാൻ്റെ ഹൃദയം ഇതാക്കണം പൊട്ടി പൊളിച്ചിട്ട് മുറ്റത്ത് വിതറിട്ടിരിക്കണം. ഓൾക്ക് ഇന്ന് തന്നെ അത്തം പത്താണെന്ന് തോന്നുന്നുണ്ട്. ഉമ്മാൻ്റെ ഹൃദയമായിരുന്നു